താരസംഘടന അമ്മയിൽ മത്സര ചിത്രം തെളിഞ്ഞിരിക്കുന്നു. പ്രസിഡന്റ് സ്ഥാനത്ത് ശ്വേത മേനോനും ദേവനും തമ്മിലാണ് മത്സരം. ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് അൻസിബ ഹസനെ എതിരില്ലാതെ തെരഞ്ഞെടുത്തു. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ നിന്ന് നടൻ ബാബുരാജും വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ നിന്ന് നവ്യ നായരും പിന്മാറിയിരുന്നു. അതിനിടെ നടൻ അനൂപ് ചന്ദ്രനെതിരെ മുഖ്യമന്ത്രിക്ക് അൻസിബ ഹസൻ പരാതി നൽകി. മാധ്യമങ്ങളിലൂടെ അനൂപ് ചന്ദ്രൻ നടത്തിയ പ്രസ്താവനയ്ക്കെതിരെയാണ് പരാതി. കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നവമി ദിനേശാണ് ചേരുന്നത്. നവമി, ഇതുവരെയുള്ള കണക്കുകൂട്ടലുകളും അഭ്യൂഹങ്ങളും ഒക്കെ മാറിയിരിക്കുന്നു. ഇപ്പോൾ കൃത്യമായ മത്സര ചിത്രം തെളിഞ്ഞു. അശ്വതി, ഏകദേശം എന്തായാലും മത്സര ചിത്രം തെളിഞ്ഞിരിക്കുകയാണ്. ഇതിന്റെ ഒരു ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് മാത്രം ഇനി ലഭിക്കാൻ ബാക്കിയുള്ളൂ. അപ്പം ചിലപ്പോൾ ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റം ഉണ്ടാകുമോ എന്നുകൂടി അറിയേണ്ടതുണ്ട്. എന്തായാലും ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് അൻസിബ ഹസൻ എതിരില്ലാതെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയാണെങ്കിൽ ഇനി അൻസിബ ഹസനായിരിക്കും അമ്മയുടെ ജോയിന്റ് സെക്രട്ടറി സ്ഥാനം വഹിക്കുക. ഇനി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഏവരും ഉറ്റുനോക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട സ്ഥാനങ്ങളാണുള്ളത്. ഒന്ന് പ്രസിഡന്റും മറ്റൊന്ന് ജനറൽ സെക്രട്ടറിയുമാണ്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേത മേനോനും ദേവനും തമ്മിലുള്ളൊരു മത്സരമായിരിക്കും. അതിൽ ശ്വേത മേനോനാണ് അല്പം മുൻതൂക്കം എന്നുകൂടി അറിയുന്നു. കാരണം ഒരു വിഭാഗം ആളുകൾ ഒരു വനിത തന്നെ പ്രസിഡന്റായി വരട്ടെ എന്നൊരു തീരുമാനത്തിലേക്ക് എത്തി നിൽക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ജഗദീഷ് അടക്കമുള്ളവർ ഈ മത്സരത്തിൽ നിന്ന് പിന്മാറുന്ന സാഹചര്യത്തിലേക്കും എത്തിയത്. ഇനി ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കാണ് വളരെ വിവാദവും അല്ലെങ്കിൽ വളരെ ആരോപണവും നേരിട്ടൊരു വ്യക്തിയായിരുന്നു ഈ നടൻ ബാബുരാജ്. ബാബുരാജായിരുന്നു ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് അല്പസമയം മുമ്പ് വരെ മത്സരിക്കുമെന്നൊരു രീതിയിൽ തന്നെ നിന്നത്. പക്ഷേ ഈ വലിയ ആരോപണം നിലനിൽക്കുകയും ബാബുരാജിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഏറ്റവും ഒടുവിൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് താൻ മത്സരിക്കുന്നില്ല എന്ന ഒരു ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ബാബുരാജ് തന്നെ ഇക്കാര്യം മാധ്യമങ്ങളെ അറിയിക്കുകയായിരുന്നു. എന്തായാലും ഇനി ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കുക്കു പരമേശ്വരനും രവീന്ദ്രനുമായിരിക്കും മത്സരിക്കുക. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജയൻ ചേർത്തലയും നാസർ ലത്തീഫും ലക്ഷ്മിപ്രിയയും ആശ അരവിന്ദുമായിരിക്കും മത്സരിക്കുക. ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് കുക്കു പരമേശ്വരനും രവീന്ദ്രനും. നേരത്തെ നവ്യ നായരടക്കം ഇതിൽ നിന്നുമൊക്കെ പിന്മാറുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിരുന്നു. മറ്റൊന്ന് ട്രഷറർ സ്ഥാനത്താണ്. ട്രഷറർ സ്ഥാനത്തേക്ക് ഉണ്ണി ശിവപാലും അനൂപ് ചന്ദ്രനുമാണ് മത്സരിക്കുക. അതോടൊപ്പം തന്നെയാണ് ഇനി എക്സിക്യൂട്ടീവിലേക്കും മത്സരം നടക്കുന്നുണ്ട്. അതിൽ വിനു മോഹൻ, സരയു, കൈലാഷ്, ജോയി മാത്യു, ആശ അരവിന്ദ്, സജിത ബേട്ടി എന്നിവരാണ് എക്സിക്യൂട്ടീവിൽ മത്സരിക്കുന്നവർ. അങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് ഈ ഒരു മത്സര ചിത്രം തെളിയുന്നത്. അതിനിടയിൽ അൻസിബ ഹസൻ പാലാരിവട്ടം പോലീസിന് തൃക്കാക്കര പോലീസിന് പരാതി നൽകിയിരിക്കുകയാണ്. ഈ നടൻ അനൂപ് ചന്ദ്രനെതിരെ തന്നെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള ചില പരാമർശം അനൂപ് ചന്ദ്രന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് അടക്കം അൻസിബ ഹസൻ പരാതി നൽകിയിരിക്കുന്നത്. ഒപ്പം അമ്മയിലെ തന്നെ ഈ ഇന്റേണൽ കംപ്ലയിന്റ് കമ്മിറ്റിയിലും അൻസിബ ഹസൻ പരാതി നൽകിയിരിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഈ അനൂപ് ചന്ദ്രനെതിരെ കേസെടുക്കുന്ന സാഹചര്യത്തിലേക്കൊക്കെ കടന്നിട്ടുണ്ടെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരവും. അശ്വതി, അതാണ് ഇപ്പോൾ നവമി, അല്പം മുമ്പ് വരെ ബാബുരാജ് മത്സരിക്കും എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഉച്ചയോടെയാണ് ബാബുരാജിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നത്. വിഴുപ്പലക്കാൻ താല്പര്യമില്ലാത്തതിനാൽ അമ്മ സംഘടനയുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് എന്നേക്കുമായി പിന്മാറുകയാണ് എന്നാണ് പറഞ്ഞത്. അതെ, അതായത് ഇനി ബാബുരാജ് അമ്മയുടെ ഒരു സ്ഥാനം വഹിക്കുകയോ അല്ലെങ്കിൽ അമ്മയുമായി ബന്ധപ്പെട്ട പരിപാടികളിൽ ഒന്നും തന്നെ പങ്കെടുക്കില്ല എന്ന കാര്യം കൂടിയാണ് ബാബുരാജ് തൻ്റെ ഫേസ്ബുക്കിലൂടെ അറിയിച്ചിരിക്കുന്നത്. ഈ അമ്മയുടെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപന സമയം മുതൽ തന്നെ ബാബുരാജ് മത്സര രംഗത്തുണ്ട് എന്ന് തന്നെയായിരുന്നു, ഉറച്ച നിലപാടിൽ തന്നെയായിരുന്നു. അതിനിടയിലാണ് ഈ ആരോപണ വിധേയർ ഈ സ്ഥാനം വഹിക്കുന്നത് അല്ലെങ്കിൽ മത്സരത്തിൽ പങ്കെടുക്കുന്നത് ശരിയല്ല എന്നൊരു നിലപാടിലേക്ക് ഭൂരിഭാഗം അംഗങ്ങളും അങ്ങനെ ഒരു നിലപാടിലെത്തുകയും ചെയ്തു. പക്ഷെ അപ്പോഴൊന്നും ബാബുരാജ് ഇതിൽ നിന്ന് പിന്മാറാനായി തയ്യാറായിരുന്നില്ല. പക്ഷേ ഈ ആരോപണങ്ങളെല്ലാം രൂക്ഷമായ സാഹചര്യത്തിലും ഒപ്പം മോഹൻലാലും മമ്മൂട്ടി അടക്കം ബാബുരാജിനെ വിളിച്ച് സംസാരിച്ചിരുന്നു. ഇങ്ങനെ ആരോപണ വിധേയരായവർ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം